ബറാഅത്ത് നോമ്പ് എന്നുള്ള പേരിൽ സഹോദരങ്ങളെ അങ്ങനെ ഒരു നോമ്പില്ല. മറിച്ച് ശഅബാൻ മുഴുവൻ ഒരാൾ നോമ്പനുഷ്ഠിക്കാൻ കുറച്ച് ദിവസങ്ങൾ ബാക്കി വെച്ച് മുഴുവൻ നോമ്പനുഷ്ഠിക്കുന്ന ഒരാൾക്ക് ആ ദിവസവും നോമ്പനുഷ്ഠിക്കാവുന്നതാണ്. മാസത്തിൽ 13, 14, 15 നോമ്പെടുക്കുന്ന ആളുകൾക്ക് ആ 15 നോമ്പെടുക്കാവുന്നതാണ്. എന്നാൽ ഒരാൾ 15 പ്രത്യേകമായി അന്നൊരു നോമ്പെടുക്കുക എന്നുള്ളത് സഹോദരങ്ങളെ ബിദ്അത്താണ്, അത് തെറ്റാണ്. അതുകൊണ്ട് ഒരാൾക്ക് പ്രതിഫലമല്ല ലഭിക്കുക എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ ഈ ദിവസത്തിന്റെ പോരിശ കൂട്ടുവാൻ വേണ്ടി അവർ സൂറത്തു ദുഖാനിൽ ആദ്യത്തെ ആയത്തിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, തീർച്ചയായും ഖുർആൻ അത് ഇറങ്ങിയിട്ടുള്ളത് മുബാറക്കായ ഒരു രാത്രിയിലാണ്, അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ്, ഇത് ബറാഅത്തിന്റെ രാവാണ് എന്ന് ദുർവ്യാഖ്യാനിക്കാറുണ്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല. അദ്ദേഹം പറയുകയാണ് വമൻ ഖാലഹ ഇന്നഹാ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഇത് ആരെങ്കിലും ശഅബാൻ 15 രാവാണെന്ന് പറയുന്നുണ്ടെങ്കിൽ കമാ റുവി അൻ ഇക്രിമ, മുൻഗാമികളിൽപ്പെട്ട ഇക്രിമ റഹിമഹുല്ലയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ചില ഉദ്ധരണി വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ഇത് പറയുന്നുണ്ടെങ്കിൽ ഫഖദ് അബ്അദ അൻ-നജ്അ ഫഇന്ന നസ്സൽ ഖുർആൻ അൻഹാ ഫി റമളാൻ, അവൻ ശരിയോട് വളരെ വിദൂരത്തായിരിക്കുന്നു. ഫഇന്ന നസ്സൽ ഖുർആൻ അൻഹാ ഫിൽ ഖുർആൻ അൻഹാ ഫി റമളാൻ, കാരണം ഖുർആനിന്റെ നസ്സ് വളരെ വ്യക്തമല്ലേ സഹോദരങ്ങളെ, റമളാനിലാണല്ലോ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. ഇന്നാ അൻസൽനാഹു ഫി ലൈലത്തുൽ ഖദർ, തീർച്ചയായും ഖുർആൻ അല്ലാഹു തആല ഇറക്കിയത് ലൈലത്തുൽ ഖദർ ആണെന്നുള്ളത്, ലൈലത്തുൽ ഖദറിലാണ്. ലൈലത്തുൽ ഖദർ റമളാനിന്റെ അവസാനത്തെ 10-ലാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ അവതരിച്ച അനുഗ്രഹീതമായ രാവ് അത് ബറാഅത്തിന്റെ രാവ് എന്നുള്ള പേരിൽ പറയപ്പെടുന്ന ശഅബാൻ 15 രാവയല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ആ രാവിന് പ്രത്യേകമായ ഇബാദത്തുകൾക്ക് ആരും കൂടിയിരിക്കേണ്ടതില്ല.